നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അതിപ്രസിദ്ധമായ അർത്തുങ്കൽ സെൻറ് ആൻഡ്രൂസ് ബസിലിക്ക പള്ളിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. പള്ളിയുടെ വിശേഷങ്ങളും കാഴ്ചകളുമായി നമ്മുടെ അധ്യായം ഇന്നിവിടെ തുടങ്ങുന്നു. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്തുള്ള തീരദേശ ഗ്രാമമാണ് അർത്തുങ്കൽ. പ്രശസ്തവും പുരാതനവുമായ സെൻറ് ആൻഡ്രൂസ് ബസിലിക്ക ദേവാലയം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അർത്തുങ്കൽ പള്ളിയെന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. കരിങ്കൽ നിർമ്മിതമായ ദേവാലയത്തിൻ്റെ തറക്കല്ലിട്ടത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണെങ്കിലും 50 വർഷങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. അർത്തുങ്കൽ എന്ന പേര് ബുദ്ധമതത്തിൽ നിന്നാണ് ഉടലെടുത്തത് എന്ന് കരുതുന്നു. ബുദ്ധസ്ഥാനം നേടുന്നവരുടെ മറ്റൊരു പേരാണ് അർഹതൻ. ഇതിൻ്റെ അർത്ഥം അർഹതയുള്ളവൻ. ബുദ്ധ ജൈനന്മാരുടെ ക്ഷേത്രത്തിനെ കല്ലെന്നും വിളിച്ചിരുന്നു. എന്നാൽ അർത്തുങ്കൽ എന്ന പേര് മൂത്തേടം എന്ന പേരിൽ നിന്നും പരിണമിച്ചുണ്ടായതാണെന്നും പറയപ്പെടുന്നു. അതായത് മൂത്തേടത്തിങ്കൽ എന്ന പേരിലേക്ക് പരിണമിക്കുകയും അത് അർത്തുങ്കലായി പരിണമിക്കുകയും ചെയ്തു. കടൽത്തീരത്താണ് അർത്തുങ്കൽ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 372 വർഷം മുമ്പ് ഇറ്റലിയിൽ നിന്നും കപ്പൽ മാർഗം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം ദേവാലയത്തിൽ എത്തിച്ചതോടെയാണ് ഈ ദേവാലയം കേരള ചരിത്രത്തിൽ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന പ്രധാന പള്ളികളിൽ ഒന്നായത്. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളന്റെ തിരുനാൾ പ്രശസ്തമായി കൊണ്ടാടുന്ന കേരളത്തിലെ പള്ളികളിലൊന്നാണ് അർത്തുങ്കൽ പള്ളി. മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് രോഗശാന്തിയേകുന്ന വിശുദ്ധനോടുള്ള വിശ്വാസ തീവ്രതയിൽ 10,000-ങ്ങളാണ് ഓരോ വർഷവും ഈ ദേവാലയം സന്ദർശിച്ചു മടങ്ങുന്നത്. 18 നാൾ നീണ്ടു നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ പെരുന്നാൾ ആഘോഷമാണ് ഈ പള്ളിയുടെ പ്രത്യേകത. സെബസ്ത്യാനോസ് പുണ്യാളന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള നേർച്ച അമ്പെഴുന്നള്ളിക്കലാണ്. കൂടാതെ ശാരീരിക വൈകല്യമുള്ളവർ അതിൻ്റെ ദുരിതം മാറുന്നതിന് ആൾരൂപം സമർപ്പിക്കുന്ന ചടങ്ങുമുണ്ട് ഇവിടെ. കടപ്പുറത്ത് നിന്ന് പള്ളിയിലേക്ക് ശയനം വയ്ക്കുന്നതും മുട്ടിന്മേൽ നീന്തുന്നതും വിശ്വാസികളുടെ ആഴത്തിലുള്ള പ്രാർത്ഥനാനുഭവത്തിൽ നിന്നും ഉടലെടുത്തവയാണ്.